നമസ്കാരം, ഞാൻ അനഘ. പ്രതിവാര കായിക വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പോയ വാരത്തെ പ്രധാന കായിക വിശേഷങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം. ചരിത്രം കുറിക്കാൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനത്തോടനുബന്ധിച്ച് വമ്പൻ പരിപാടികൾ. സംസ്ഥാന വ്യാപകമായി വൃക്ഷത്തൈ നടിയിലും ആഘോഷ പരിപാടികളും. കബഡി ആവേശത്തിന്റെ നാളുകൾ. കേരളത്തിലെ ആദ്യ വനിതാ കബഡി ലീഗിനൊരുങ്ങി താരങ്ങൾ. ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിൽ. കേരളത്തിൽ ചരിത്രം കുറിച്ച് സമ്മർ ബാഷ് 2026 സെവൻസ് ഹോക്കി ടൂർണമെന്റ് മെയ് 30 വൈപ്പിനിൽ തുടക്കമാകും. സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് മെയ് 23 മുതൽ കണ്ണൂരിൽ. വിവിധ ജില്ലകളിൽ നിന്നുള്ള യുവ പ്രതിഭകൾ മാറ്റുരയ്ക്കും. FA കപ്പ് കിരീടം ഒരിക്കൽ കൂടി മാഞ്ചസ്റ്റർ സിറ്റിക്ക്. ഫൈനലിലെ ജയം ചെൽസിയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് കീഴടക്കി. വാർത്തകൾ വിശദമായി. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങൾ ചരിത്രപരമാക്കാൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. വരാനിരിക്കുന്ന ജൂൺ 23 ഒളിമ്പിക് ദിനാചരണം സംസ്ഥാനത്ത് ചരിത്ര സംഭവമാക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രത്യേക സമിതി യോഗം ചേർന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങൾ ചരിത്രപരമാക്കാൻ കേരള ഒളിമ്പിക് അസോസിയേഷൻ വിപുലമായ സംഘാടക സമിതി രൂപീകരിച്ചു. വരാനിരിക്കുന്ന ജൂൺ 23 ഒളിമ്പിക് ദിനാചരണം സംസ്ഥാനത്ത് ചരിത്ര സംഭവമാക്കുന്നതിനുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാൻ ലക്ഷ്യമിട്ടാണ് ഈ പ്രത്യേക സമിതി യോഗം ചേർന്നത്. ജൂൺ 23 നടക്കാനിരിക്കുന്ന അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാഘോഷങ്ങൾ സംസ്ഥാനത്ത് മുൻപില്ലാത്ത വിധം വിപുലമായി സംഘടിപ്പിക്കുന്നതിനായി കേരള ഒളിമ്പിക് അസോസിയേഷൻ പ്രത്യേക സ്വാഗത സംഘം രൂപീകരിച്ചു. ഒളിമ്പിക് ദിനാചരണത്തിന് മുന്നോടിയായി രാഷ്ട്രീയ, സാംസ്കാരിക, കായിക രംഗത്തെ പ്രമുഖരെയും വിവിധ സർക്കാർ വകുപ്പ് മേധാവികളെയും സംഘാടകരെയും ഉൾപ്പെടുത്തി തിരുവനന്തപുരത്ത് ചേർന്ന ഉന്നതതല യോഗത്തിലാണ് ഒളിമ്പിക് ദിനാഘോഷത്തിന്റെ സുഗമമായ നടത്തിപ്പിനായി ഔദ്യോഗിക സംഘാടക സമിതിക്ക് രൂപം നൽകിയത്. കായിക പ്രേമികൾക്കായി വിപുലവും വൈവിധ്യമാർന്നതുമായ പരിപാടികളാണ് ഇത്തവണ അസോസിയേഷൻ ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ആഘോഷങ്ങളുടെ പ്രധാന ആകർഷണമായ ഒളിമ്പിക് ഡേ റൺ ജൂൺ 23 നടക്കും. ഇതിനു പുറമെ കായിക വികസന ചർച്ചകൾക്കായി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സംസ്ഥാനതല സ്പോർട്സ് സെമിനാർ, ജില്ലാ അടിസ്ഥാനത്തിലുള്ള ക്വിസ് മത്സരങ്ങൾ, ചിത്രരചനാ മത്സരങ്ങൾ, ഡിജിറ്റൽ യുഗത്തിലെ യുവതലമുറയ്ക്കായി പ്രത്യേക റീൽസ് മത്സരം എന്നിവയും സംഘാടക സമിതിയുടെ മേൽനോട്ടത്തിൽ നടക്കും. അന്താരാഷ്ട്ര ഒളിമ്പിക് ദിനാചരണത്തിന്റെ ഭാഗമായി അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി ഒളിമ്പിക് ഫോറസ്റ്റിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ചുവട് പിടിച്ചുകൊണ്ട് 2036 ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരവേൽക്കുവാനുള്ള ഒരുക്കങ്ങളുടെ ഭാഗമായി ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളോടും 2036 വൃക്ഷത്തൈകൾ നടുവാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. എല്ലാ ജില്ലകളിലും വൃക്ഷത്തൈ നടൽ ക്യാമ്പയിൻ സംഘടിപ്പിക്കും. എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും വൃക്ഷത്തൈ നടൽ ആഘോഷമായി സംഘടിപ്പിക്കും. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്, ക്ലബ്ബുകൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, NGOകൾ, ബാങ്കുകൾ, ഫ്ളാറ്റുകൾ, റെസിഡൻസ് അസോസിയേഷനുകൾ, മറ്റു വ്യവസായ സ്ഥാപനങ്ങൾ, IT സ്ഥാപനങ്ങൾ എന്നിവരുടെ സജീവ പങ്കാളിത്തത്തോടെയും സഹകരണത്തോടെയുമാണ് ക്യാമ്പയിൻ നടത്തുന്നത്. ജില്ലാ തലത്തിൽ പ്രമുഖ വ്യക്തികളുടെ സാന്നിധ്യത്തിൽ ഈ ക്യാമ്പയിന്റെ ഔപചാരിക ഉദ്ഘാടനവും നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കായിക സംസ്കാരം ജനങ്ങളിലേക്ക് എത്തിക്കുക, ശാരീരിക ക്ഷമതയുടെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് ഒളിമ്പിക് അസോസിയേഷൻ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിരിക്കുന്നത്. മുൻ വർഷങ്ങളിലെ പോലെ പ്രമുഖ ഒളിമ്പ്യന്മാരും കായിക താരങ്ങളും ജനപ്രതിനിധികളും ഇത്തവണത്തെ പരിപാടികളിലും സജീവമായി അണിനിരക്കും. സംസ്ഥാനത്തെ മുഴുവൻ കായിക പ്രേമികളും ഈ പരിപാടികളിൽ പങ്കാളികളായി ഒളിമ്പിക് ദിനാഘോഷം വൻ വിജയമാക്കണമെന്ന് സംഘാടക സമിതി ഭാരവാഹികൾ അറിയിച്ചു. മത്സരങ്ങളിൽ പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർക്ക് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കേരളത്തിലെ ആദ്യ വനിതാ കബഡി ലീഗിന് ഈ മാസം 21 തുടക്കം. കേരള സ്റ്റേറ്റ് കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ലീഗ് സംഘടിപ്പിക്കുന്നത്. കേരളത്തിലെ വനിതാ കബഡി താരങ്ങൾക്ക് പ്രൊഫഷണൽ വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാനത്തെ ആദ്യത്തെ ഔദ്യോഗിക വനിതാ കബഡി ലീഗിന് ഈ മാസം തുടക്കം. കേരള സ്റ്റേറ്റ് കബഡി ടെക്നിക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കബഡി പ്രേമികൾ ആവേശത്തോടെ കാത്തിരിക്കുന്ന ഈ ടൂർണമെന്റ് സംഘടിപ്പിക്കുന്നത്. 2026 മെയ് 21 മുതൽ 23 വരെ കൊല്ലം പുത്തൻകുളത്തുള്ള ഇസിയാൻ സ്പോർട്സ് സിറ്റിയിലാണ് 3 ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങൾ നടക്കുക. ലീഗിന്റെ ആദ്യ പതിപ്പിനായി സംസ്ഥാനത്തുടനീളമുള്ള 120 വനിതാ താരങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇതിൽ നിന്നും ആവേശകരമായ മെഗാ ലേലത്തിലൂടെ 6 പ്രമുഖ ഫ്രാഞ്ചൈസികൾ ചേർന്ന് 84 മികച്ച കളിക്കാരെ സ്വന്തമാക്കുകയായിരുന്നു. യോക്ക കാസർഗോഡ്, ഫോർട്ട് വാരിയേഴ്സ് പാലക്കാട്, റോയൽ ഫൈറ്റേഴ്സ് കോഴിക്കോട്, പിങ്ക് വാരിയേഴ്സ് കൊല്ലം, റാപ്റ്റേഴ്സ് കിങ്ഡം ഓഫ് കൊച്ചിൻ, കോബ്ര ക്വീൻസ് കോട്ടയം എന്നിവയാണ് ടൂർണമെന്റിൽ മാറ്റുരയ്ക്കുന്ന 6 ഫ്രാഞ്ചൈസി ടീമുകൾ. പ്രൊഫഷണൽ ലീഗ് മാതൃകയിൽ ഫ്രാഞ്ചൈസി അടിസ്ഥാനത്തിൽ നടത്തുന്ന മത്സരങ്ങൾക്ക് കായിക പ്രേമികൾക്കായി തത്സമയ സംപ്രേഷണവും ഒരുക്കിയിട്ടുണ്ട്. കേരള ഒളിമ്പിക് യൂട്യൂബ് ചാനലിൽ മത്സരങ്ങൾ തത്സമയം കാണാം. കേരളത്തിലെ വനിതാ കബഡി താരങ്ങളുടെ കായികക്ഷമതയും പ്രകടനവും അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്താനും സംസ്ഥാനത്തുടനീളം കബഡി കായിക വിഭാഗത്തിന് കൂടുതൽ ജനപ്രീതി നേടിക്കൊടുക്കാനും ഈ ലീഗിലൂടെ സാധിക്കുമെന്ന് കേരള സ്റ്റേറ്റ് കബഡി ടെക്നിക്കൽ കമ്മിറ്റി ഭാരവാഹികൾ പ്രത്യാശ പ്രകടിപ്പിച്ചു.
മെയ് 21 വൈകുന്നേരം കൊല്ലത്ത് വെച്ച് പ്രമുഖ കായിക സാംസ്കാരിക നേതാക്കളുടെ സാന്നിധ്യത്തിൽ ടൂർണമെന്റിന് ഔദ്യോഗികമായി തിരിതെളിയും. കേരളത്തിലെ ഹോക്കി ചരിത്രത്തിൽ സുവർണ അധ്യായം കുറിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ആദ്യമായി 3 മുൻനിര കാറ്റഗറികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എലൈറ്റ് എറണാകുളം സമ്മർ ബാഷ് 2026 സെവൻസ് ഹോക്കി ടൂർണമെന്റ് മെയ് 30 വൈപ്പിനിൽ നടക്കും. കേരള ഹോക്കി, ഗാന്ധാര, ആക്സിലേറ്റേഴ്സ്, നെട്ടൂർ ബ്രദേഴ്സ്, കേരള മാസ്റ്റേഴ്സ് ഹോക്കി എന്നിവയുടെ സഹകരണത്തോടെ എറണാകുളം ഹോക്കി സംഘടിപ്പിക്കുന്ന എലൈറ്റ് എറണാകുളം സമ്മർ ബാഷ് 2026 സെവൻസ് ഹോക്കി ടൂർണമെന്റ് മെയ് 30 ശനിയാഴ്ച നടക്കും. വൈപ്പിനിലെ കൊച്ചിൻ ഒളിമ്പ്യാഡ് ഇൻഡോർ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഏകദിന കായിക മാമാങ്കം അരങ്ങേറുന്നത്. രാവിലെ 7 മണിക്ക് ആരംഭിച്ച് രാത്രി 10 മണിക്ക് അവസാനിക്കുന്ന രീതിയിലാണ് മത്സരങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 3 വ്യത്യസ്ത കായിക വിഭാഗങ്ങൾ ഒരൊറ്റ വേദിയിൽ ഒന്നിച്ചു മാറ്റിവെക്കുന്നത്. കേരളത്തിനകത്തുനിന്നും പുറത്തുനിന്നുമായി ആകെ 30 പ്രമുഖ ടീമുകളാണ് ടൂർണമെന്റിൽ പങ്കെടുക്കുന്നത്. സെവൻസ് ഓപ്പൺ കാറ്റഗറിയിൽ 12 പ്രമുഖ ടീമുകൾ പങ്കെടുക്കും. യൂത്ത് അണ്ടർ 15 ബോയ്സ് വിഭാഗത്തിൽ കേരളത്തിൽ നിന്നുള്ള യുവ പ്രതിഭകൾ മാത്രം അണിനിരക്കുന്ന 12 ടീമുകൾ മാറ്റുരയ്ക്കും. 40+ മിക്സഡ് മാസ്റ്റേഴ്സിൽ മുതിർന്ന താരങ്ങൾക്കായി 6 ടീമുകൾ മത്സരിക്കും. അടിത്തട്ടിലുള്ള കായിക പ്രതിഭകൾക്ക് മികച്ച അവസരങ്ങൾ നൽകുന്നതിനൊപ്പം വെറ്ററൻ താരങ്ങൾക്ക് തങ്ങളുടെ കളി മികവ് തെളിയിക്കാനുള്ള വലിയൊരു വേദിയാകും എറണാകുളത്ത് ഒരുങ്ങുന്ന ഈ സമ്മർ ബാഷ്. കേരളത്തിലെ യുവ കായിക പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി 22ാമത് സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിക്കാൻ കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ മെയ് 23, 24 തീയതികളിൽ കണ്ണൂരിൽ വെച്ചാണ് മത്സരങ്ങൾ. കേരള ഹാൻഡ്ബോൾ അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന 22ാമത് കേരള സംസ്ഥാന മിനി ഹാൻഡ്ബോൾ ചാമ്പ്യൻഷിപ്പിന് ഇത്തവണ കണ്ണൂർ വേദിയാകുന്നു. കണ്ണൂർ പടിയോട്ടുചാലിലുള്ള ട്രൂ ലൈറ്റ് ഇംഗ്ലീഷ് സ്കൂളിൽ വെച്ച് മെയ് 23, 24 തീയതികളിലാണ് ദ്വിദിന ചാമ്പ്യൻഷിപ്പ് അരങ്ങേറുന്നത്. കണ്ണൂർ ജില്ലാ ഹാൻഡ്ബോൾ അസോസിയേഷന്റെ ആതിഥേയത്വത്തിലാണ് ഈ കായികമേള സംഘടിപ്പിച്ചിരിക്കുന്നത്. ഹാൻഡ്ബോൾ അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ ഔദ്യോഗിക അംഗീകാരത്തോടെ നടത്തുന്ന ടൂർണമെന്റ് വേഗത്തിൽ ശക്തമായി ഒന്നിച്ച് നാളെയുടെ ചാമ്പ്യന്മാരെ വാർത്തെടുക്കാം എന്ന സന്ദേശമുയർത്തിയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. സംസ്ഥാനത്തെ അടിത്തട്ടിലുള്ള കായിക പ്രതിഭകളെ കണ്ടെത്താനും അവർക്ക് മികച്ച പ്രൊഫഷണൽ പരിശീലന അവസരങ്ങൾ ഒരുക്കാനും ഈ കായികമേള ലക്ഷ്യമിടുന്നു. മിനി ബോയ്സ്, മിനി ഗേൾസ് എന്നീ 2 പ്രധാന കാറ്റഗറികളിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുമുള്ള മിനി ഹാൻഡ്ബോൾ ടീമുകൾ ഈ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ കണ്ണൂരിലെത്തും. കേരളത്തിലെ ഹാൻഡ്ബോൾ കായിക മേഖലയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിക്കുന്ന ഈ കായിക മാമാങ്കത്തിന് സാക്ഷ്യം വഹിക്കാൻ വലിയൊരു കായിക പ്രേമി ജനവിഭാഗത്തെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത്. മെയ് 23 രാവിലെ പടിയോട്ടുചാലിൽ വെച്ച് പ്രമുഖരുടെ സാന്നിധ്യത്തിൽ ചാമ്പ്യൻഷിപ്പിന് ഔദ്യോഗികമായി തുടക്കമാകും. ചാമ്പ്യൻഷിപ്പ് പൂർണ്ണമായും കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലായ കേരള ഒളിമ്പിക് വഴി തത്സമയം സംപ്രേഷണം ചെയ്യും. വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ചെൽസിയെ തകർത്ത് FA കപ്പ് കിരീടം ചൂടി മാഞ്ചസ്റ്റർ സിറ്റി. സിറ്റിയുടെ 8ാമത്തെ FA കപ്പ് വിജയമാണിത്. ഇംഗ്ലീഷ് ഫുട്ബോളിലെ വിഖ്യാതമായ FA കപ്പ് കിരീടം ഒരിക്കൽ കൂടി മാഞ്ചസ്റ്റർ സിറ്റിയുടെ കൈകളിൽ ഭദ്രം. ലണ്ടനിലെ വെംബ്ലി സ്റ്റേഡിയത്തിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ശക്തരായ ചെൽസിയെ മറുപടിയില്ലാത്ത 1 ഗോളിന് കീഴടക്കിയാണ് പെപ് ഗ്വാർഡിയോളയുടെ സംഘം കിരീടമുയർത്തിയത്. ടൂർണമെന്റിന്റെ ചരിത്രത്തിൽ സിറ്റിയുടെ 8ാമത്തെ FA കപ്പ് വിജയമാണിത്. ഫൈനലിൽ ഇരു ടീമുകളും മികച്ച പ്രതിരോധവും ആക്രമിച്ച കളിയും പുറത്തെടുത്തതോടെ മത്സരം കടുത്തതായിരുന്നു. ഗോൾ രഹിതമായ ആദ്യ പകുതിക്ക് ശേഷം കളിയുടെ 72ാം മിനിറ്റിലാണ് സിറ്റിയുടെ വിജയ ഗോൾ പിറന്നത്. സൂപ്പർ താരം എർലിംഗ് ഹാലൻഡിന്റെ അളന്നുമുറിച്ച ക്രോസിൽ നിന്നും ഗാന താരം ആന്റോയിൻ സെമന്യോ ഉതിർത്ത മനോഹരമായ ഒരു ബാക്ക് ഹീൽ ഫ്ലിക്ക് ചെൽസിയുടെ വല കുലുക്കുകയായിരുന്നു. തകർപ്പൻ പ്രകടനം പുറത്തെടുത്തിട്ടും ഈ ഒറ്റ ഗോളിന്റെ വ്യത്യാസത്തിൽ ചെൽസിയുടെ കിരീടമോഹങ്ങൾ വെംബ്ലിയിൽ പൊലിഞ്ഞു. ഈ വിജയത്തോടെ മാഞ്ചസ്റ്റർ സിറ്റി പരിശീലകൻ പെപ് ഗ്വാർഡിയോള സിറ്റിക്കൊപ്പമുള്ള തന്റെ 10 വർഷത്തെ കരിയറിൽ 20ാമത്തെ പ്രധാന കിരീടമാണ് സ്വന്തമാക്കിയത്. ഈ സീസണിൽ നേരത്തെ സ്വന്തമാക്കിയ ലീഗ് കപ്പിന് പുറമെയാണ് ഇപ്പോൾ FA കപ്പും സിറ്റി നേടുന്നത്. ഇതോടെ ഇംഗ്ലീഷ് ഫുട്ബോൾ ചരിത്രത്തിൽ ഒരേ സീസണിൽ 2 ആഭ്യന്തര കപ്പുകൾ 2 തവണ നേടുന്ന 2ാമത്തെ മാത്രം ക്ലബ്ബായി മാഞ്ചസ്റ്റർ സിറ്റി മാറി. കൂടാതെ തുടർച്ചയായി 4 തവണ FA കപ്പ് ഫൈനലിൽ എത്തുന്ന ആദ്യ ടീമെന്ന റെക്കോർഡും സിറ്റി ഈ സീസണിൽ കുറിച്ചു. നിലവിൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് കിരീട പോരാട്ടത്തിലും സിറ്റി സജീവമായി രംഗത്തുണ്ട്. ഈ FA കപ്പ് വിജയം നൽകുന്ന ആത്മവിശ്വാസം വരും മത്സരങ്ങളിലും നിലനിർത്താൻ പെപ്പിനും സംഘത്തിനും കഴിയുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഇനി സ്പോർട്സ് ഇൻ ഷോർട്സിലേക്ക് പോകാം. ചൈനയിലെ ഹോങ്കോങ്ങിൽ വെച്ച് നടക്കാനിരിക്കുന്ന 7ാമത് ഏഷ്യൻ ട്രാംപോളിൻ ചാമ്പ്യൻഷിപ്പിനുള്ള ഇന്ത്യൻ ടീമിലേക്ക് മലയാളി താരം അൻവിത സച്ചിൻ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ ചാമ്പ്യൻഷിപ്പിലേക്ക് യോഗ്യത നേടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യ കായിക താരം കൂടിയാണ് അൻവിത. ചെന്നൈയിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ട്രാംപോളിൻ ജിംനാസ്റ്റിക് സെലക്ഷൻ ട്രയൽസിൽ ഉജ്ജ്വല പ്രകടനം കാഴ്ചവെച്ച് 1ാം സ്ഥാനം നേടിയാണ് അൻവിത ഇന്ത്യൻ ടീമിലേക്കുള്ള തന്റെ ടിക്കറ്റ് ഉറപ്പിച്ചത്. മെയ് 15 മുതൽ 17 വരെ പുതുച്ചേരിയിൽ നടന്ന ദക്ഷിണേന്ത്യൻ അണ്ടർ 15 ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് ഉജ്ജ്വല നേട്ടം. ശക്തമായ പോരാട്ടത്തിനൊടുവിൽ ചാമ്പ്യൻഷിപ്പിൽ മൊത്തത്തിലുള്ള പ്രകടനത്തിൽ കേരളം 2ാം സ്ഥാനം സ്വന്തമാക്കി.
ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഫ്രീ സ്റ്റൈൽ, ഗ്രീക്കോ റോമൻ എന്നീ 2 വിഭാഗങ്ങളിലും കേരളത്തിന്റെ യുവ ഗുസ്തി താരങ്ങൾ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. കേരളത്തിനായി മത്സരിച്ച നിഹാര ഷൈജു തകർപ്പൻ പ്രകടനത്തോടെ സ്വർണ്ണ മെഡൽ സ്വന്തമാക്കി സംസ്ഥാനത്തിന്റെ അഭിമാനമായി മാറി. ഓസ്ട്രേലിയയിൽ നടക്കുന്ന സിഡ്നി ഓപ്പൺ 2026 നീന്തൽ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യയുടെ സൂപ്പർ താരം ഋഷഭ് ദാസിന് ചരിത്ര നേട്ടം. 200 മീറ്റർ ബാക്ക് സ്ട്രോക്ക് മത്സരത്തിൽ 1 മിനിറ്റ് 59 സെക്കൻഡ് 84 മില്ലി സെക്കൻഡ് എന്ന മികച്ച സമയം കുറിച്ചാണ് ഋഷഭ് പുതിയ ഇന്ത്യൻ റെക്കോർഡ് സ്ഥാപിച്ചത്. ഈ ഇനത്തിൽ തന്റെ പേരിലുണ്ടായിരുന്ന മുൻ റെക്കോർഡാണ് താരം ഇത്തവണ തിരുത്തിയത്. ഇതോടെ 200 മീറ്റർ ബാക്ക് സ്ട്രോക്കിൽ 2 മിനിറ്റിൽ താഴെ സമയം രേഖപ്പെടുത്തുന്ന ഇന്ത്യയുടെ ചരിത്രത്തിലെ ആദ്യത്തെ നീന്തൽ താരമെന്ന അപൂർവ നേട്ടവും ഋഷഭ് ദാസ് സ്വന്തമാക്കി. അസമിൽ വെച്ച് നടന്ന അഖിലേന്ത്യാ അന്തർ സർവകലാശാല കരാട്ടെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിലെ വിവിധ സർവകലാശാലകളിൽ നിന്നുള്ള കരാട്ടെ താരങ്ങൾക്ക് ഉജ്ജ്വല നേട്ടം. മികച്ച പ്രകടനം കാഴ്ചവെച്ച് മലയാളി താരങ്ങൾ നിരവധി മെഡലുകൾ സ്വന്തമാക്കിയാണ് സംസ്ഥാനത്തേക്ക് മടങ്ങിയത്. ദേശീയ തലത്തിൽ ശ്രദ്ധേയമായ വിജയം കൈവരിച്ച കായിക താരങ്ങളെ പിന്നീട് കേരള കരാട്ടെ അസോസിയേഷൻ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. രാജ്യത്തെ പ്രമുഖ സർവകലാശാലകൾ മാറ്റുരച്ച കടുത്ത മത്സരത്തിലാണ് കേരളത്തിലെ യുവ കരാട്ടെ പ്രതിഭകൾ ഈ മികച്ച നേട്ടം സ്വന്തമാക്കിയത്. പുത്തൻ കായിക വാർത്തകളുമായി വീണ്ടും കാണും വരെ നമസ്കാരം.